ജലസമൃദ്ധമായി ശാസ്താംകോട്ട തടാകം. തടാക സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശുദ്ധജല തടാകം വീണ്ടും ജലസമൃദ്ധമായത്. മണ്ണുമാഫിയകളുടെ കടന്നുവരവോടെ വരൾച്ചാ ഭീഷണി നേരിട്ട തടാകമാണ് ഇപ്പോൾ ജലസമൃദ്ധമായിട്ടുള്ളത്. 20ഓളം കുന്നുകളുടെ സംരക്ഷണയിലായിരുന്ന ശാസ്താംകോട്ട തടാകം നീണ്ട ഇടവേളയ്ക്കു ശേഷമാണ് വീണ്ടും ജലസമൃദ്ധമായത്. മണ്ണുമാഫിയുടെ കടന്നുവരവോടെയാണ് തടാകം നാശത്തിലേക്ക് കൂപ്പുകുത്തിയത്. 550ഓളം ഹെക്ടർ സ്ഥലത്തായിട്ട് പരന്നു കിടക്കുന്ന 3 പഞ്ചായത്തുകളിലായിട്ട് പരന്നു കിടക്കുന്ന വളരെ വിശാലമായ ഒരു ഭൂപ്രകൃതിയുടെ നടുവിലാണ് ഈ ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളുടെ ദേശമെന്ന് പറയപ്പെടുന്ന കുന്നത്തൂരിലെയും പടിഞ്ഞാറേക്കലട പഞ്ചായത്ത്, മൈനാപ്പള്ളി, ശാസ്താംകോട്ട തുടങ്ങിയ പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ കുടിനീര് 10 ലക്ഷം ജനങ്ങൾ പ്രതിദിനം കുടിനീരിനായി ആശ്രയിക്കുന്നുണ്ട്. 20 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ഒരു ദിവസം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കൊല്ലം പട്ടണം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിനീരിനായി പോകുന്നു. സംരക്ഷിത കുന്നുകൾ ഒന്നൊന്നായി ഇടിച്ചു നിരത്തി മണ്ണുമാഫിയ മാറിയപ്പോൾ തടാകത്തിന്റെ മാറുപിളർന്ന് വാട്ടർ അതോറിറ്റിയും ജലമൂറ്റി. മണ്ണുമാഫിയ പിൽക്കാലത്ത് പിന്മാറിയെങ്കിലും വാട്ടർ അതോറിറ്റി ജലമെടുക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തിയില്ല. ഇതോടെ തടാകം ചരിത്രത്തിൽ ആദ്യമായി കിലോമീറ്ററുകളോളം വറ്റിവരണ്ടു. പ്രകൃതി സ്നേഹികളുടെ പ്രതിഷേധങ്ങളും ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ ശാസ്താംകോട്ടയിലെ കായൽ കൂട്ടായ്മ അവസാന ശ്രമമെന്ന രീതിയിൽ രംഗത്തെത്തുകയും കായലിന്റെ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയ പായലുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇതോടെ ജലസമ്പത്ത് വർദ്ധിച്ചതായി കണ്ടു. 95-ൽ ഒരു വലിയ ഉണക്ക് വന്ന് കായൽ പൂർണ്ണമായിട്ടും വറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം 10 വർഷം കൊണ്ടുണ്ടായി. നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ രീതിയിലേക്ക് കായൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പിന്നീട് പല ഭാഗങ്ങളിലും അവർ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ നടത്തി. നിരന്തരമായ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ശാസ്താംകോട്ട തടാകം പ്രതാപകാലത്തേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഇനിയെങ്കിലും തടാകം സംരക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പ്രകൃതി സ്നേഹികൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.